Hello dears, welcome back to another video. നമ്മളിപ്പോൾ നോക്കുന്നത് മോഡ്യൂൾ 4-ലെ പ്രോഗ്രാംഡ് IO എന്ന് പറയുന്ന ടോപ്പിക് ആണ്. ഈ ഒരു പ്രോഗ്രാംഡ് IO എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നതിൽ ഒരു 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിന്റെ ലാസ്റ്റ് ഈ ഒരു വീഡിയോയുടെ എൻഡിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡ്യൂൾ 4-ന്റെ ബി പാർട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. മോഡ്യൂൾ 4-ന്റെ സിലബസ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പറയുന്നത് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ എന്താണ് IO മോഡ്യൂൾ, എങ്ങനെയാണ് IO സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പം ആ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്സ്, അപ്പം അത് 3 ടെക്നിക്സാണ് ഉള്ളത്. ഒന്ന് പ്രോഗ്രാംഡ് IO, ദെൻ ഇന്ററപ്റ്റ് ഡ്രിവൺ IO, ദെൻ ഡയറക്റ്റ് മെമ്മറി ആക്സസ്. ഓക്കെ, അപ്പൊ ഇതിൽ പ്രോഗ്രാംഡ് IO ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ 3 എന്താന്നുള്ളത് ജസ്റ്റ് പറഞ്ഞിട്ട് പ്രോഗ്രാംഡ് IOയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാട്ടോ. അപ്പം പ്രോഗ്രാംഡ് IO എന്ന് പറയുമ്പോൾ ഇവിടെ ഡേറ്റ ട്രാൻസ്ഫറും അല്ലെങ്കിൽ ഡേറ്റ എക്സ്ചേഞ്ച് എല്ലാം നടക്കുന്നത് പ്രോസസ്സറും ഈ ഒരു IO മോഡ്യൂളും തമ്മിൽ ഡയറക്റ്റ് ആണ്. ഓക്കെ, പ്രോസസർ ആൻഡ് IO മോഡ്യൂൾ തമ്മിൽ ഡയറക്റ്റ് ആയിട്ടാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. പക്ഷെ എന്താണ് ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എന്ത് ഓപ്പറേഷൻ നടക്കുകയാണെങ്കിലും അതല്ലെങ്കിൽ ഇപ്പം പ്രോസസർ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുക, സ്റ്റാറ്റസ് ചെക്ക് ചെയ്യും, റീഡ് ഓർ റൈറ്റ് കമാൻഡ് സെൻഡ് ചെയ്യും, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യും, അല്ലെ? ഇവർ തമ്മിൽ ഇത് രണ്ടും നടക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് ഒരു പ്രോഗ്രാമിന്റെ കൺട്രോളിലായിരിക്കും. ഇപ്പൊ നമ്മുടെ കയ്യിലൊരു റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് നമ്മളൊരു ചാനൽ മാറ്റുന്നത് പോലെ എല്ലാ കൺട്രോളും നമ്മുടെ കയ്യിൽ എന്നുള്ളത് പോലെ ഇവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസറും ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ്യൂളും കൂടി നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഓവറോൾ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം ആയിരിക്കും. ആ പ്രോഗ്രാം പ്രോസസർ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം പ്രോസസർ എപ്പോഴും ഒരു കമാൻഡ് ഇഷ്യൂ ചെയ്യുവാണ് ഒരു IO മോഡ്യൂളിന്. അപ്പോൾ IO മോഡ്യൂൾ ഒരു ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഈ പ്രോസസ്സർ വെയിറ്റ് ചെയ്യണം. ആദ്യം പ്രോസസ്സർ കമാൻഡ് ഇഷ്യൂ ചെയ്യും. ഇഷ്യൂ ചെയ്തിട്ട് ആ ഒരു ഡിവൈസിന്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആ ഒരു സാധനത്തിന്റെ സ്റ്റാറ്റസ് അറിഞ്ഞ് അത് ഓക്കെ ആണ്, അത് അവൈലബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ കംപ്ലീറ്റഡ് ആണെങ്കിൽ മാത്രമായിരിക്കും ഇവിടെ പ്രോസസ്സർ അടുത്തത് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് അണ്ടർ ദ കൺട്രോൾ ഓഫ് എ പ്രോഗ്രാം. അതാണ് പ്രോഗ്രാംഡ് IO, പേര് പോലെ തന്നെ. ഓക്കെ, ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞു CPU IO മോഡ്യൂളിന് ഒരു കമാൻഡ് കൊടുക്കും. എന്നിട്ട് CPU റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പൊ നമുക്കൊരു പോൾ ഇട്ട് കൊടുക്കും. പോൾ വെച്ചിട്ട് ഡിവൈസ് റെഡി ആയോ, എന്താണ് സ്റ്റാറ്റസ് എന്നുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ആ ഒരു ഡിവൈസ് റെഡി ആവുമ്പോൾ CPU ആൻഡ് IO മോഡ്യൂൾ കമ്മ്യൂണിക്കേഷൻ നടക്കും, ഒരു ഡേറ്റ എക്സ്ചേഞ്ച് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ നടക്കും. ഓക്കെ, അപ്പം ഓരോ ഓപ്പറേഷൻ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ CPU വെയിറ്റ് ചെയ്യും. ഓക്കെ, characteristics എന്ന് പറയുമ്പോൾ പറയാം CPU is fully involved in the transfer and CPU performs busy waiting. Okay, പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു IO ഡിവൈസിൽ ഒരു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരേക്കും CPU-ന് വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പം ഇപ്പൊ സ്ലോ IO ഡിവൈസസ് ആണെങ്കിൽ ആ ഒരു ടൈമൊക്കെ CPU-ന് വേസ്റ്റേജ് ഓഫ് ടൈം ആണ്. ഓക്കെ, ഇന്ററപ്റ്റ് ഡ്രിവൺ IO. ഇന്ററപ്റ്റ് ഡ്രിവൺ IO എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാമിന്റെ കൺട്രോളിൽ എല്ലാം വെക്കാതെ IO മോഡ്യൂൾ തന്നെ ഒരു ഇന്ററപ്റ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് കുറച്ചും കൂടിയിട്ട് എന്താ പറയുക, പ്രോസസറിന്റെ വെയിറ്റിംഗ് ടൈം ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഒരു ഇന്ററപ്റ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് ഈ ഓപ്പറേഷൻസ് ഒക്കെ മാനേജ് ചെയ്യുന്നു. ഓക്കെ, അതായത് CPU ഒരു ഡിവൈസ് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഡിവൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യണം സ്റ്റാറ്റസ് റെഡി ആയോ എന്നുള്ളത്, അതിന്റെ ആവശ്യം വരുന്നില്ല. അതിന് പകരം IO ഡിവൈസ് എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഓപ്പറേഷൻ കഴിയുമ്പോഴും ഒരു ഇന്ററപ്റ്റ് സിഗ്നൽ CPU-ന് സെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇത് കഴിഞ്ഞു എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട്, അത് റെഡി ആയി, ആ ഒരു ഡിവൈസ് ഇപ്പം റെഡി ആയി എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി CPU-ന് ഇന്ററപ്റ്റ് സിഗ്നൽ സെൻഡ് ചെയ്ത് കൊടുക്കും. അതാണ് ഇന്ററപ്റ്റ് ഡ്രിവൺ IO എന്ന് പറയുന്നത്. ഓക്കെ, പ്രോസസർ അപ്പം IO കമാൻഡ് IO മോഡ്യൂളിന് കൊടുക്കും. അതിനുശേഷം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരു IO ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ IO മോഡ്യൂൾ വീണ്ടും പ്രോസസറിന് ഇന്ററപ്റ്റ് കൊടുക്കും. അങ്ങനെ പ്രോസസർ ഈ ഒരു ഡേറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, മെയിൻ മെമ്മറി IO മോഡ്യൂളും തമ്മിൽ. ഓക്കെ, ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ CPU ആണ് ഇവിടെയും ഹാൻഡിൽ ചെയ്യുന്നത്. CPU ആദ്യം കമാൻഡ് ഇഷ്യൂ ചെയ്യും.
കമാൻഡ് ഇഷ്യൂ ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ ആ കമാൻഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ CPU ബാക്കിയുള്ള പരിപാടീസിലേക്കൊക്കെ പോകും. അതായത് ബാക്കിയുള്ള പ്രോഗ്രാംസ് ഒക്കെ പാരലലി അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവും. ഇനി ഈ ഒരു സമയം കൊണ്ട് IO ഓപ്പറേഷൻസ് ഏതെങ്കിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിവൈസ് തിരിച്ച് ഈ CPUവിന് ഒരു ഇന്ററപ്റ്റ് സിഗ്നൽ ഇട്ട് കൊടുക്കും. ഈ ഒരു ഡിവൈസിന്റെ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ട്, ആ ഒരു ഡിവൈസ് അപ്പോൾ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ററപ്റ്റ് സിഗ്നൽ കൊടുക്കും. ഇന്ററപ്റ്റ് സിഗ്നൽ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ CPU ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പൊ വന്നിട്ടുള്ള ആ ഒരു ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീന് ഇന്ററപ്റ്റിനെ റൺ ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെയും അപ്പൊ എന്താ, നമുക്ക് ആക്ച്വലി നിങ്ങളുടെ IO മോഡ്യൂൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാ വരുന്നുണ്ടായിരുന്നത്? മെമ്മറി സിസ്റ്റംസ്, അതുപോലെ തന്നെ CPU, ദെൻ IO മോഡ്യൂള്, താഴെ എക്സ്റ്റേണൽ ഡിവൈസസ്, ലിങ്ക് ഡിവൈസസ്, അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇതില് മെമ്മറിയിൽ ഇരുന്നിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ മെമ്മറി ടു IO മോഡ്യൂളിലേക്കാണ് ട്രാൻസ്ഫർ നടക്കുന്നത്. അതിന്റെ ഇടയിൽ CPUയുടെ ഇന്റർവെൻഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെയും ഡേറ്റ ട്രാൻസ്ഫർ അപ്പൊ CPUവും IO മോഡ്യൂളും കൂടിയിട്ടാണ് നടക്കുന്നത്. അപ്പം പക്ഷെ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പോലെ ഈ ഒരു വെയിറ്റിംഗ് ടൈം ആവശ്യമില്ല. സോ നോ ബിസി വെയിറ്റിംഗ്. അതുപോലെ തന്നെ കമ്പയർഡ് ടു പ്രോഗ്രാംഡ് IO ഇതിന്റെ യൂട്ടിലൈസേഷൻ ഓഫ് ദ CPU യൂട്ടിലൈസേഷൻ ഇസ് ബെറ്റർ. ഓക്കെ, പിന്നെ ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നേരത്തെ, മെയിൻ മെമ്മറിയും IO മോഡ്യൂളും കൂടി ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടതിന് പകരം ഇവിടെ CPUവിനെയും കൂടി ഇന്റർവീൻ ചെയ്യുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിലൊരു CPU പ്രോസസർ ഈ ഡാറ്റ ട്രാൻസ്ഫർ ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് CPUവിന്റെ ഈ ഒരു പ്രോസസ്സിംഗ് ടൈം വീണ്ടും ഇവിടെ പ്രോഗ്രാം IOനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെങ്കിലും ഇവിടെ വീണ്ടും CPUവിന് അതിന്റെ ഒരു ടൈം ആവശ്യമാണ്. ഓക്കെ, അടുത്തത് ഡയറക്റ്റ് മെമ്മറി ആക്സസ്. ഓക്കെ, പ്രോഗ്രാംഡ് IO എന്ന് പറയുമ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അണ്ടർ ദ കൺട്രോൾ ഓഫ് സം പ്രോഗ്രാം ആയിരിക്കും. ഇന്ററപ്റ്റ് ഡ്രിവൺ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഇന്ററപ്റ്റിന്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും ഈ ഒരു ട്രാൻസ്ഫർ നടക്കുന്നത്. ഇനി ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ ഇതിന്റെ ഷോർട്ട് ഫോം ആണ് DMA ട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ DMA എന്ന് കണ്ടു കഴിഞ്ഞാൽ DMA അറിയില്ല എന്ന് പറയരുത്. ഡയറക്റ്റ് മെമ്മറി ആക്സസ്, മെമ്മറിനെ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യുമ്പോൾ അതായത് IO മോഡ്യൂളും മെമ്മറിയും കൂടിയിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ. അപ്പൊ അതിന്റെ ഇടയിൽ CPUവിന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, IO മോഡ്യൂളും അല്ലെങ്കിൽ ഒരു IO ഡിവൈസും ഈ ഒരു മെയിൻ മെമ്മറിയും തമ്മിൽ direct communication. Data is transferred directly between the IO device and the main memory without the intervention of the CPU. Okay, അപ്പോൾ അവിടെ CPU intervention അല്ലെങ്കിൽ ഒരു CPUവിന്റെ പ്രോസസറിന്റെ ഒരു ഇൻവോൾവ്മെന്റോ ഇല്ലാതെ ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്ന മെത്തേഡ് ആണ് ഈ ഒരു ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് പറയുന്നത്. Okay, so IO module and main memory will transfer the data directly. Processor is not involved. Then ഇത് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ പ്രോസസറിന്റെ വർക്കിംഗ് ടൈം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ പ്രോസസറിന്റെ ടൈം, CPU ടൈം, ആ ഒരു ടൈം ഇവിടെ ആവശ്യം വരുന്നില്ല. അപ്പൊ CPUവിന്റെ വർക്ക് ലോഡ് ഒന്നും കൂടി കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, അപ്പം ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു CPU ആദ്യം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു DMA കൺട്രോളറിനെ ഇനീഷ്യേറ്റ് ചെയ്യും. ഓക്കെ, ഇനീഷ്യലൈസ് ചെയ്യും. ഇപ്പൊ DMA കൺട്രോളർ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് മെമ്മറി ആക്സസ് കൺട്രോളർ. അപ്പം അതിനകത്ത് ഈ ഒരു കൺട്രോളർ എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മെമ്മറി അഡ്രസ് ഉണ്ടാവും, എത്ര നമ്പർ ഓഫ് ബൈറ്റ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് ഉണ്ടാവും, ഏത് ഡയറക്ഷനിലേക്കാണ് റീഡ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും അത് ഏത് ഡയറക്ഷനിലാണെന്നുള്ളത് കൊടുക്കും. ഇതൊരു DMA കൺട്രോളറിന് കൊടുക്കും CPU. ഓക്കെ, ഇനീഷ്യലൈസ് ചെയ്യും. CPU കൊടുക്കല്ല, CPU DMA കൺട്രോളറിനെ ഇനീഷ്യലൈസ് ചെയ്തിട്ട് ഈ കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറയും. മെമ്മറി അഡ്രസ്സും എത്ര നമ്പർ ഓഫ് ബൈറ്റ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏത് ഡയറക്ഷനിലേക്കാണ് റീഡ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും. ഇനി എന്നിട്ട് നമുക്ക് ഈ ഒരു ട്രാൻസ്ഫർ നടക്കുന്നത് ത്രൂ ദ സിസ്റ്റം ബസ് ആണെന്ന് അറിയാലോ, നിങ്ങൾക്കറിയാലോ, ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക്, അതായത് സിസ്റ്റം ബസ്. അപ്പോൾ ഈ ഒരു DMA കൺട്രോളർ ആണ് ബാക്കി ഈ ഒരു ട്രാൻസ്ഫർ നടക്കാനുള്ള എല്ലാ കൺട്രോളറും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രാമോ ഇന്ററപ്റ്റോ ഒന്നും അല്ല, ഈ ഒരു DMA കൺട്രോളർ ആണ് മൊത്തത്തിൽ ആ ഒരു ട്രാൻസ്ഫർ നടത്താൻ വേണ്ടിയിട്ട് ഒരു കൺട്രോൾ ഏറ്റെടുക്കുക. സിസ്റ്റം ബസിന്റെ കൺട്രോൾ എല്ലാം DMA കൺട്രോളറിന്റെ കയ്യിലാണ്. അപ്പം DMA കൺട്രോളർ ഈ ഒരു ഡേറ്റ ഡയറക്റ്റ് ആയിട്ട് IO ഡിവൈസും മെമ്മറിയും തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യും. ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ DMA കൺട്രോളർ CPUവിന് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്ററപ്റ്റ് കൊടുക്കും, ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി അല്ലെങ്കിൽ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഡേറ്റ ട്രാൻസ്ഫർ ഫാസ്റ്റർ ആണ്, പിന്നെ CPU ഫ്രീ ആണ്, ബാക്കിയുള്ള കാര്യങ്ങൾ CPUവിന് നോക്കിയാൽ മതി. അപ്പം ഈ ഒരു ഡേറ്റ ട്രാൻസ്ഫറിന്റെ കാര്യം CPUവിന് എത്തി നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ വലിയ എമൗണ്ട് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇനീഷ്യലൈസിങ് DMA കൺട്രോളർ ആണ്. ഓക്കെ,
ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു IO ടെക്നിക്സ് ഒന്ന് സമ്മറൈസ് ചെയ്തതാണ്. ഇന്ററപ്റ്റ് ഇല്ലാതെ പ്രോഗ്രാംഡ് IO എന്ന് പറയുമ്പോൾ പ്രോഗ്രാം ആണ് യൂസ് ചെയ്യുന്നത്, അവിടെ ഇന്ററപ്റ്റിന്റെ സഹായമില്ല. എന്നാൽ ഇന്ററപ്റ്റിന്റെ സഹായത്തോടെ വർക്ക് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ് ഇന്ററപ്റ്റ് ഡ്രിവൺ IOയും ഡയറക്റ്റ് മെമ്മറി ആക്സസും. ഓക്കെ, ഇവിടെ എന്താ പറയാ, ഇന്ററപ്റ്റ് ഡ്രിവണിലാണെങ്കിലും പ്രോഗ്രാംഡ് IOയിലാണെങ്കിലും IO മോഡ്യൂള് മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്രോസസറിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്. ഓക്കെ, ഏതില് പ്രോഗ്രാംഡ് IOയിലും ഇന്ററപ്റ്റ് ഡ്രിവൺ IOയിലും. പക്ഷെ ഡയറക്റ്റ് മെമ്മറി ആക്സസിലാണെങ്കിൽ ഡയറക്റ്റ് IO ടു മെമ്മറി ട്രാൻസ്ഫർ ആണ്. പക്ഷെ ഇന്ററപ്റ്റ് ഡ്രിവൺ IOയും DMAക്കും രണ്ടിനും കോമൺ ആയിട്ട് വരുന്നത് ഇന്ററപ്റ്റിന്റെ സഹായം ഉണ്ട്. ഓക്കെ, ഇന്ററപ്റ്റ് കൊടുക്കുന്നു. ഇവിടെ DMA കൺട്രോളർ CPU നെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇന്ററപ്റ്റ് യൂസ് ചെയ്യുന്നു. ഇതാണ് 3 ടെക്നിക്സ്. ഇനി നമുക്കിത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, പ്രോഗ്രാംഡ് IO. ഇപ്പോൾ ഓവർവ്യൂ ഓഫ് പ്രോഗ്രാംഡ് IO എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം IO മോഡ്യൂളിന്റെ ബ്ലോക്ക് ഡയഗ്രാം നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാണുന്നത്, നമ്മുടെ ഡാറ്റ രജിസ്റ്റർ, അതുപോലെ തന്നെ സ്റ്റാറ്റസ് രജിസ്റ്റർ, കൺട്രോൾ രജിസ്റ്റർ, എക്സ്റ്റേണൽ ഡിവൈസസ്, IO ലോജിക്. അപ്പം നമ്മളുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു IO ലോജിക് ആണ്. ഈ ഒരു എന്താ പറയുക, IO ലോജിക്കിലാണ്, ഈ ഒരു IO മോഡ്യൂളിലാണ് എല്ലാ ആക്ഷനും പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ പ്രോസസ്സർ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക റിക്വസ്റ്റ് ചെയ്തു, പ്രോസസ്സർ IO ലോജിക്കിനോട് ഒരു ആക്ഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്പറേഷൻ എല്ലാം ചെയ്ത് IO ലോജിക് ആണ് ചെയ്യുന്നത്. IO ലോജിക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പ്രോഗ്രാംഡ് IOയില് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഓപ്പറേഷനും കഴിയുമ്പോൾ ഈ ഒരു സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്ത് ഈ IO മോഡ്യൂള് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം എന്താണോ ആ ബിറ്റ്, അതായത് അപ്ഡേഷൻ എങ്ങനെയാണോ ചെയ്യുന്നത് അത് സ്റ്റാറ്റസ് രജിസ്റ്ററിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു അപ്ഡേറ്റ് ചെയ്ത് കഴിയുന്നതോട് കൂടിയിട്ട് അവിടെ IO മോഡ്യൂളിന്റെ ഡ്യൂട്ടി അവിടെ തീരുകയാണ്. ഓക്കെ, IO മോഡ്യൂളിന് ഇനി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. CPU പറഞ്ഞ കാര്യം IO മോഡ്യൂൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാറ്റസ് എന്താന്നുള്ളത് ആ ഒരു സ്റ്റാറ്റസിലേക്ക് അറിയിക്കുക. ഓക്കെ, ഇനി പ്രോസസറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഈ ഒരു സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്ത് എന്താണ് ആ ഡിവൈസിന്റെ സ്റ്റാറ്റസ് എന്ന് പീരിയോഡിക്കൽ ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ചെക്ക് ചെയ്ത് ഈ ഒരു IO മോഡ്യൂളിന്റെ ഓപ്പറേഷൻ എന്താണ് കംപ്ലീറ്റഡ് ആയോ എന്നുള്ളത് അറിയേണ്ടതെല്ലാം പ്രോസസ്സർ സ്വയം ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അവിടെ IO മോഡ്യൂളിന് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല. ഇനി എന്തൊക്കെ IO കമാൻഡ്സ് ആണ് ഈ പ്രോസസ്സർ IO മോഡ്യൂളിന് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ പ്രോസസ്സർ എന്തൊക്കെ IO കമാൻഡ്സ് ആണ് IO മോഡ്യൂളിന് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഒരു IO റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ പ്രോസസ്സർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ഒരു അഡ്രസ്സ് കൊടുക്കണം. ഓക്കെ, ആ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഏത് IO മോഡ്യൂളിലാണ് ഈ ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏത് എക്സ്റ്റേണൽ ഡിവൈസ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് ചെയ്യേണ്ട കമാൻഡ്, ഇത്രയും കാര്യങ്ങൾ പ്രോസസ്സർ പറയേണ്ട കാര്യമാണ്. IO റിലേറ്റഡ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന സമയത്ത് പ്രോസസ്സർ ഇഷ്യൂ ചെയ്യേണ്ടതാണ് അതിന്റെ അഡ്രസ്, സ്പെസിഫൈങ് ദ പെർട്ടിക്കുലർ മോഡ്യൂൾ, ഏത് മോഡ്യൂളിലാണ് പോകുന്നത് എന്നുള്ളത്, ഏത് എക്സ്റ്റേണൽ ഡിവൈസ് ആണെന്നുള്ളത്, എന്ത് IO കമാൻഡ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പം ഇതിനകത്ത് 4 ടൈപ്സ് ഓഫ് കമാൻഡ്സ് ആണ് വരുന്നത് IO മോഡ്യൂളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സർ 4 ടൈപ്പ് ഓഫ് കമാൻഡ്സ് ആണ് IO മോഡ്യൂളിന് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് കൺട്രോള്. ഓക്കെ, കൺട്രോൾ കമാൻഡ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെരിഫറൽ ഡിവൈസസ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ ഡിവൈസസ് ആയിട്ട് നമ്മൾ പെരിഫറൽ ഡിവൈസസിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓരോ പെരിഫറലിനെയും ആക്ടിവേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം എന്ന് നമുക്ക് ആ ഡിവൈസിനോട് പറയാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ. ഓക്കെ, അപ്പം ഈ കമാൻഡ്സ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാഗ്നറ്റിക് ടേപ്പ് യൂണിറ്റ് മേ ബി ഇൻസ്ട്രക്റ്റഡ് ടു റിവൈൻഡ് ഓർ ഫാസ്റ്റ് ഫോർവേഡ് ഓർ മൂവ് ഫോർവേഡ് വൺ റെക്കോർഡ്. ഓക്കെ, അപ്പം ഇത് നമുക്ക് ഓരോ പർട്ടിക്കുലർ ഡിവൈസിനനുസരിച്ചിട്ടാണ് ഇതിന്റെ കമാൻഡ് കൊടുക്കുന്നത്. ആ ഒരു ഡിവൈസിനെ കൺട്രോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് CPU ആ ഒരു IO മോഡ്യൂളിന് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ഒരു മാഗ്നറ്റിക് ടേപ്പ് ആണെങ്കിൽ ആ ഒരു ടേപ്പിനോട് ഒന്നുമില്ലെങ്കിൽ റിവൈൻഡ് അടിക്കാൻ പറയും, അതല്ലെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ പറയും. അപ്പം എന്താണോ ചെയ്യേണ്ടത് ചെയ്യാനുള്ളത് കൊടുക്കുക, കമാൻഡ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഓരോ ഡിവൈസിനും ഡിഫറെന്റ് ആയിരിക്കും. സോ ഇതാണ് കൺട്രോൾ കമാൻഡ്. അടുത്ത കമാൻഡ് ആണ് ടെസ്റ്റ് കമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സ്റ്റാറ്റസിന്റെ കാര്യം പറഞ്ഞതുപോലെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്റ്റാറ്റസ് കണ്ടീഷൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ പെരിഫറലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഒരു പെരിഫറൽ ഡിവൈസ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഡിവൈസ് അല്ലെങ്കിൽ ഒരു IO ഡിവൈസ് പവേർഡ് ഓൺ ആണോ, അതായത് ഓൺ ആണോ, അതിപ്പം നിലവിൽ യൂസ് ചെയ്യാൻ അവൈലബിൾ ആണോ,
അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിന്റെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന IO ഓപ്പറേഷൻ അത് കംപ്ലീറ്റ് ചെയ്തോ, എന്തെങ്കിലും എറേഴ്സ് ഒക്കർ ചെയ്തോ എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെസ്റ്റിംഗ് കമാൻഡ് കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത കമാൻഡ് ആണ് റീഡ് കമാൻഡ്. റീഡ് കമാൻഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിവൈസ്, നമ്മുടെ IO ഡിവൈസ് അല്ലെങ്കിൽ ഒരു പെരിഫറൽ ഡിവൈസിൽ നിന്ന് ഒരു ഡേറ്റ പ്രോസസ്സറിന് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റ ആക്സസ് ചെയ്യുക അല്ലെങ്കിൽ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് റീഡ് കമാൻഡ്. അത് എന്നിട്ട് കൊണ്ടുപോയി ഇന്റേണൽ ബഫറിന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്ത് വെക്കും. പ്ലേസ് ചെയ്ത് എങ്ങനെയാണ് അത് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ IO മോഡ്യൂളിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഡേറ്റ ഐറ്റം പ്രോസസ്സർ എടുക്കുന്നത് ത്രൂ ഡേറ്റ ബസ്സിൽ കൂടിയിട്ടുമായിരിക്കും. ഓക്കെ, ദെൻ റൈറ്റ് കമാൻഡ് നാലാമത്തത്. റൈറ്റ് കമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഡേറ്റ റീഡ് ചെയ്തത് പെരിഫറലിൽ നിന്ന് റീഡ് ചെയ്തതുപോലെ തിരിച്ച് IO മോഡ്യൂള് ഈ ഒരു ഡേറ്റ ബസ്സിൽ നിന്ന് പെരിഫറലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ റൈറ്റ് ചെയ്ത് വെക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റൈറ്റ് സിഗ്നൽ, ഓക്കെ, റൈറ്റ് കമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു പ്രോഗ്രാം ഫ്ലോ എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാംഡ് IOന്റെ. അപ്പം ആദ്യം തന്നെ ഇഷ്യൂ റീഡ് കമാൻഡ് ടു ദി IO മോഡ്യൂൾ. CPU ആദ്യം ചെയ്യുന്ന പരിപാടി IO മോഡ്യൂൾ അല്ലെങ്കിൽ IO ഡിവൈസിന് ഒരു റീഡ് കമാൻഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി റീഡ് കമാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ IO മോഡ്യൂൾ CPU-ന് സ്റ്റാറ്റസ് കൊടുക്കണം അല്ലെ. IO മോഡ്യൂൾ CPU-ന് സ്റ്റാറ്റസ് കൊടുക്കണം. ആ സ്റ്റാറ്റസ് റീഡ് ചെയ്യുക. റീഡ് ദ സ്റ്റാറ്റസ് ഓഫ് IO മോഡ്യൂൾ. CPU അടുത്തത് ചെയ്യാൻ പോണത് റീഡിങ് ദ സ്റ്റാറ്റസ് ഓഫ് ദ IO മോഡ്യൂൾ. ഓക്കെ, എന്നിട്ട് അത് ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഡയമണ്ട് ബോക്സ് ആണ്, നിങ്ങൾക്ക് അറിയാലോ, ഡെസിഷൻ. ഓക്കെ, ഡെസിഷൻ. അപ്പൊ ചെക്കിംഗ് ദ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യും. നോട്ട് റെഡി ആണെങ്കിൽ വീണ്ടും, അതായത് റെഡി ആണെങ്കിൽ, നോട്ട് റെഡി ആണെങ്കിൽ വീണ്ടും ഈ ഒരു സ്റ്റാറ്റസ് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ പ്രാവശ്യം റെഡി ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യും. റെഡി അല്ല എങ്കിൽ വീണ്ടും റീഡ് സ്റ്റാറ്റസിലേക്ക് പോവും. പിന്നെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റെഡി ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. റെഡി ആണെങ്കിൽ ഓരോ ഡേറ്റ, അതായത് ഓരോ വേർഡ് ആയിട്ടായിരിക്കും ഡേറ്റ റീഡ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. നമ്മൾ റീഡ് കമാൻഡ് ആണല്ലോ ആദ്യം കൊടുത്തത്. അപ്പോൾ 1 ഡേറ്റ അറ്റ് എ ടൈം ആയിരിക്കും, 1 വേർഡ് അറ്റ് എ ടൈം ആയിട്ടായിരിക്കും ഡേറ്റ റീഡ് ചെയ്യുന്നത്. ഓക്കെ, 1 വേർഡ് അറ്റ് എ ടൈം. സോ റീഡ് വേർഡ് ഫ്രം IO മോഡ്യൂൾ. IO മോഡ്യൂളിൽ നിന്ന് ഒരു വേർഡ് റീഡ് ചെയ്തു. അപ്പൊ IO മോഡ്യൂൾ CPU-ന് ഒരു വേർഡ് കൊടുത്തു. ഓക്കെ, കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? റൈറ്റ് ദ വേർഡ് ഇൻ ടു ദി മെമ്മറി. ഇന്റേണൽ ബഫറിലേക്ക് ആ കൊടുത്ത സാധനത്തിനെ എഴുതണം. സോ റൈറ്റ് ചെയ്യണം. സോ റൈറ്റ് ദ വേർഡ് ഇൻ ടു ദി മെമ്മറി. സോ അവിടെ CPU ചെയ്യുന്നത് മെമ്മറിയിലേക്ക് റീഡ് ചെയ്യുന്നു. ഇനി അത് ചെയ്തു കഴിഞ്ഞോ? ഡൺ. ചെയ്തു കഴിഞ്ഞെങ്കിൽ അടുത്ത ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞു, ഒന്നാമത്തെ റീഡ് ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് പോവാം. നോ, ഇത്രയും പരിപാടിയും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ആദ്യം മുതലേ ഈ സംഭവം റിപ്പീറ്റ് ചെയ്തിട്ട് വരും. ഓക്കെ, എറർ ആണെങ്കിൽ ഇതിവിടെ വെച്ചിട്ട് സ്റ്റോപ്പ്. ഓക്കെ, ഇതാണ് പ്രോഗ്രാംഡ് IO. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞതാണ്. CPU ഇതിന്റെ ഇടയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ CPU-ന് ആവശ്യമില്ലാത്ത കുറേ പരിപാടികൾ വരികയാണ്. ഓക്കെ, സോ ഇവിടെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. CPU വളരെ ബിസി ആയിട്ട് ഇരിക്കേണ്ട ഒരു ടെക്നിക്കാണ് ഈ ഒരു പ്രോഗ്രാംഡ് IO ടെക്നിക്. ഓക്കെ, അടുത്തത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ടഡ് ബൈ ദി പ്രോസസ്സർ. അപ്പം പ്രോസസ്സർ ഈ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് കമാൻഡ്സ്, IO കമാൻഡ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അത് ഓരോ IO ഡിവൈസസിലേക്കാണ് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ഓരോ ഇൻസ്ട്രക്ഷന്റെ ഫോമാറ്റും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് എക്സ്റ്റേണൽ ഡിവൈസിലേക്കാണ് ഇത് അഡ്രസ് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം കുറെ ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞാണ് എക്സ്റ്റേണൽ ഡിവൈസ് 1 2 3 പറഞ്ഞ പോലെ നമുക്ക് ഒരു n നമ്പർ ഓഫ് ഡിവൈസസ് ഉണ്ടാവും. അപ്പൊ അതിൽ ഓരോ ഡിവൈസിനും ഒരു യുണീക്ക് ഐഡന്റിഫയർ അല്ലെങ്കിൽ ഒരു യുണീക്ക് അഡ്രസ് ഉണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ഈ ഒരു പ്രോസസ്സർ ഒരു IO കമാൻഡ് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ കമാൻഡിന് കൂടെ ഏത് ഡിവൈസിലേക്കാണ് ഇത് പോവേണ്ടത് എന്നുള്ളതിന്റെ അഡ്രസ് കൂടി ഉണ്ടാവും. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻസ് അഡ്രസ് ഓഫ് ദ ഡിസൈർഡ് ഡിവൈസ്. അപ്പം ഓരോ IO മോഡ്യൂളും ഇത് ഈ ഒരു അഡ്രസ് ഉണ്ടാവുന്നത് നമുക്കറിയാലോ, അഡ്രസ് ലൈനിൽ കൂടിയിട്ടാണ്. സോ ഓരോ IO മോഡ്യൂളും ഈ അഡ്രസ് ലൈനിൽ പോയി ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ഈ കമാൻഡ് ആർക്കാ വന്നിട്ടുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഒരു നമ്പർ ഓഫ് ഡിവൈസസ് ഉണ്ടാവും, IO ഡിവൈസസ് ഉണ്ടാവും. CPU ഇപ്പോൾ ഒരു കമാൻഡ് ഇഷ്യൂ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു കമാൻഡ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷന്റെ കൂടെ ഏതാണ് ടാർഗറ്റ് ഡിവൈസ് അല്ലെങ്കിൽ ഡിവൈസിന്റെ അഡ്രസ് ഏതാണെന്നുള്ളത് അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ എക്സ്റ്റേണൽ ഡിവൈസസും ഈ ഒരു അഡ്രസ് ലൈനിൽ പോയിട്ട് ആ ഒരു ഡിവൈസിന്റെ അഡ്രസ് ആണോ അതിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് സ്വയം വെരിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഒരു IO മോഡ്യൂൾ ആണിത് ചെയ്യുന്നത്. അപ്പോൾ ഓരോ IO മോഡ്യൂൾ മസ്റ്റ് ഇന്റർപ്രറ്റ് ദ അഡ്രസ് ലൈൻസ് ടു ഡിറ്റർമൈൻ if the command is for itself. Okay, അപ്പം
ഇതിൽ അഡ്രസ്സിംഗ് കൊടുക്കുന്നത് ഈ ഒരു പ്രോസസർ മെയിൻ മെമ്മറി അതുപോലെ തന്നെ IO മോഡ്യൂളും ഒരു കോമൺ ബസ്സാണ് ഷെയർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ അഡ്രസ്സിംഗ് കൊടുക്കാനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡാണുള്ളത്. ഒന്ന് മെമ്മറി മാപ്ഡ് IO, പിന്നെ ഒന്ന് ഐസൊലേറ്റഡ് IO. ഓക്കെ, ഇനി എന്താണ് മെമ്മറി മാപ്ഡ് IO എന്നുള്ളത് പറയാം. അപ്പോൾ ഈ ഒരു പ്രോസസർ മെയിൻ മെമ്മറിയുടെയും അതുപോലെ തന്നെ IO ഡിവൈസസിനും ഒരു കോമൺ ബസ്സാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ രണ്ട് തരത്തിൽ അഡ്രസ് ചെയ്യാം. ഒന്ന് മെമ്മറി മാപ്ഡ് IO, രണ്ടാമത്തത് ഐസൊലേറ്റഡ് IO. ഇപ്പൊ മെമ്മറി മാപ്ഡ് IOക്ക് അകത്ത് ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ പ്രോസസർ ഉണ്ട്. പ്രോസസറിന് ഈ പറഞ്ഞതുപോലെ മെമ്മറിയും ആക്സസ് ചെയ്യണം, ഒപ്പം ഒപ്പം IO ഡിവൈസസിനെയും ആക്സസ് ചെയ്യണം അല്ലേ. അപ്പം പ്രോസസർ മെമ്മറിനെ ആക്സസ് ചെയ്യുമ്പോൾ മെമ്മറിക്കകത്ത് കുറെ ലൊക്കേഷൻസ് ഉണ്ട്. അപ്പൊ മെമ്മറി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഡ് ആൻഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, മെമ്മറി ലൊക്കേഷനെ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ലോഡ് ആൻഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പോ ഇവിടെ മെമ്മറി മാപ്ഡ് IOക്കകത്ത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് പ്രോസസർ ഈ മെമ്മറിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നോ അതേപോലെ തന്നെ മെമ്മറി ലൊക്കേഷൻ ആയിട്ട് തന്നെ ആയിരിക്കും ഈ IO ഡിവൈസുകളെയും ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ IO മോഡ്യൂളിനെയും ഈ ഒരു മെമ്മറി ലൊക്കേഷൻ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ പ്രോസസർ എങ്ങനെയാണ് ഈ IO ഡിവൈസ് അല്ലെങ്കിൽ IO മോഡ്യൂളിനെ ആക്സസ് ചെയ്യുക? സെയിം ഇൻസ്ട്രക്ഷൻ, എന്ത് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ടാണോ മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്തിട്ടുള്ളത് അതേ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും ഈ ഒരു IO ഡിവൈസിനെയും ആക്സസ് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് എന്താ പറയുക, സിംഗിൾ അഡ്രസ് സ്പേസ് ആണ്. മെമ്മറി മാപ്ഡ് IOക്കകത്ത് മെമ്മറി ലൊക്കേഷനും IO ഡിവൈസും ഷെയർ ചെയ്യുന്നത് സിംഗിൾ അഡ്രസ് സ്പേസ് ആണ്. ഓക്കെ, ഇപ്പൊ പ്രോസസർ ഇവര് രണ്ടുപേരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഒരേ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും, സെയിം മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും ടു ആക്സസ് ബോത്ത് ദി മെമ്മറി ആൻഡ് IO ഡിവൈസസ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെമ്മറിനെയും IO ഡിവൈസുകളെയും എല്ലാം തന്നെ പ്രോസസർ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, മെമ്മറി ലൊക്കേഷൻസ് ആയിട്ട്. അതുകൊണ്ട് തന്നെ ഒരേ ഇൻസ്ട്രക്ഷൻ, ഇപ്പൊ ലോഡ് ആണെങ്കിൽ ലോഡ് തന്നെ യൂസ് ചെയ്തിട്ടായിരിക്കും IO ഡിവൈസിനെ ആക്സസ് ചെയ്യുന്നത്. സ്റ്റോർ യൂസ് ചെയ്യുന്നെങ്കിൽ സ്റ്റോർ തന്നെ യൂസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ IOവിനെയും ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പൊ മൊത്തം 10 അഡ്രസ് ലൈൻ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ സിംഗിൾ അഡ്രസ് ലൈനാണ് ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ മൊത്തം 10 അഡ്രസ് ലൈൻ ഉണ്ടെങ്കിൽ ടോട്ടൽ എത്ര മെമ്മറി ലൊക്കേഷൻ ഉണ്ടായിരിക്കും? മെമ്മറിക്ക് ഈ പറഞ്ഞതുപോലെ 10 അഡ്രസ് ലൈനും അതുപോലെ തന്നെ ഈ ഒരു IO ഡിവൈസസിനും കൂടിയിട്ട് മൊത്തം 10 അഡ്രസ് ലൈൻ ആണ്. അപ്പൊ അതിന് നമ്മൾക്ക് എത്ര ലൊക്കേഷൻ ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 raised to 10 ലൊക്കേഷൻസ് ആണ് മൊത്തം ഉള്ളത്. 2 raised to 10 ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1024 ലൊക്കേഷൻസ് ആണ്. 10 അഡ്രസ് ലൈൻ ഉണ്ടെങ്കിൽ 2 raised to 10 1024 അഡ്രസ് ലൊക്കേഷൻസ് ആണ്, മെമ്മറി ലൊക്കേഷൻസ് ആണ് ഉള്ളത്. ഇപ്പൊ എക്സാമ്പിൾ 8 അഡ്രസ് ലൈനേ ഉള്ളൂ എങ്കിൽ 2 raised to 8. ഓക്കെ, അപ്പൊ അങ്ങനെ ആണ് ഇതിന്റെ ഒരു അഡ്രസ് ലൊക്കേഷൻസ് എത്ര ഉണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മെമ്മറി മാപ്ഡ് IO നമ്മൾ പറഞ്ഞ പോലെ സിംഗിൾ അഡ്രസ് സ്പേസ് ആയതുകൊണ്ട് അതിന് റീഡ് ചെയ്യാനാണെങ്കിലും റൈറ്റ് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും സിംഗിൾ ലൈൻസ് മതിയാവും. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പറയാം. രണ്ടാമത്തത് ഐസൊലേറ്റഡ് IOക്കകത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞതുപോലെ പ്രോസസർ മെമ്മറിക്കും അതുപോലെ തന്നെ IO മോഡ്യൂളിനും രണ്ടിനും സെപ്പറേറ്റ് അഡ്രസ് സ്പേസുകളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏതിലേക്കാണ്, ഏത് മെമ്മറി ലൊക്കേഷനിലേക്കാണോ ആക്സസ് പോകുന്നത് അതോ IO ഡിവൈസിലേക്കാണോ ആക്സസ് പോകുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് അഡ്രസ് സ്പെസിഫൈ ചെയ്യുക തന്നെ വേണം. അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡ് ലൈൻ കൊടുക്കുകയും വേണം. ഓക്കെ, ഇപ്പോൾ മറ്റതിനകത്ത് നമുക്ക് ആകെ 10 അഡ്രസ് ലൈൻ ഉള്ളതെങ്കിൽ രണ്ടിനും കൂടിയിട്ട് 2 raised to 10 എന്ന് പറഞ്ഞാൽ 1024. അപ്പൊ 1024 ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 512 അല്ലെ. 1024 ലൊക്കേഷൻ ടോട്ടൽ ഉണ്ടെങ്കിൽ 512 ലൊക്കേഷൻസ് ഫോർ മെമ്മറി ആൻഡ് 512 ലൊക്കേഷൻസ് ഫോർ IO ഡിവൈസ് ആണ് ഏത് മെമ്മറി മാപ്ഡ് IOയില്. പക്ഷേ ഐസൊലേറ്റഡിനകത്ത് രണ്ടും സെപ്പറേറ്റ് ആണ്. അപ്പൊ 10 അഡ്രസ് ലൈൻ ഉണ്ടെങ്കിൽ ഈ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് 1024 ലൊക്കേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ IOക്ക് വേണ്ടിയിട്ടും 1024 ലൊക്കേഷൻ ഉണ്ടാവും. ഓക്കെ, IOക്കും 1024 ഉണ്ടാവും. അപ്പൊ ടോട്ടൽ 2048 ലൊക്കേഷൻസ് ഉണ്ടാവും. ഓക്കെ, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
ഈ ഒരു മെയിൻ മെമ്മറിയുടെയും IO ഡിവൈസിന്റെയും അഡ്രസ് സ്പേസ് ഐസൊലേറ്റഡ് ആയിട്ടായിരിക്കുന്നത്. പേരാലോചിക്കാം. മറ്റതിനകത്ത് കോമൺ അഡ്രസ് സ്പേസ് ആയതുകൊണ്ട് തന്നെ ഒറ്റ ഇതാണ് ഷെയർ ചെയ്യുന്നത്. അവിടെ ഇൻസ്ട്രക്ഷനും ഒരൊറ്റ ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൊടുത്താൽ മതി. ഐസൊലേറ്റഡിനകത്ത് രണ്ടിനും വേറെ വേറെ ഇൻസ്ട്രക്ഷൻ ആൻഡ് അഡ്രസ് സ്പേസ് ആണ്. അതുപോലെ തന്നെ ഏത് ഇൻസ്ട്രക്ഷൻ ഏതിലേക്കാ പോകുന്നതെന്നുള്ളത് അഡ്രസ് റെഫർ ചെയ്ത് കൊടുക്കണം. ഇപ്പം ഈ പറഞ്ഞതുപോലെ മറ്റേതിനകത്ത് നമുക്ക് ടോട്ടൽ ഒരു ഇത്ര ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ പകുതി ഹാഫ് വന്നിട്ട് IO ഡിവൈസിനും പകുതി വന്നിട്ട് എന്താ പറയാ മെമ്മറിക്കാണുള്ളത്. ഇവിടെ അതുപോലെ തന്നെ അങ്ങനെയല്ല. ഇവിടെ രണ്ടെണ്ണത്തിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുക്കണം. ഓക്കെ, കീബോർഡ് എങ്ങനെയാണ് ഇൻപുട്ട് റീഡ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, മെമ്മറി മാപ്ഡിൽ എങ്ങനെയായിരിക്കും, ഐസൊലേറ്റഡിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പൊ കീബോർഡ് ആണ് ഇവിടുത്തെ IO ഡിവൈസ് കേട്ടോ. അപ്പൊ പ്രോസസറിൽ കണക്ട് ചെയ്തിട്ടുള്ള IO ഡിവൈസ് അല്ലെങ്കിൽ IO മോഡ്യൂൾ എന്ന് പറയുന്നത് കീബോർഡ് ആണ്. ഓക്കെ, അപ്പം കീബോർഡിന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി മാപ്പിലാണെങ്കിൽ ഒരു അഡ്രസ് ലൈനും അതുപോലെ തന്നെ സ്റ്റാറ്റസ് രജിസ്റ്ററും ഡാറ്റ രജിസ്റ്ററും ഉണ്ടായിരിക്കും അല്ലെ. അപ്പം ഇതില് ഈ ഒരു ഡാറ്റ രജിസ്റ്റർ എന്ന് പറയുന്നത് ഈ അഡ്രസ്സിലാണ് കൊടുത്തിട്ടുള്ളത് 516 516 എന്ന് പറയുന്നത് ഡാറ്റ രജിസ്റ്റർ ആണ്. 517 എന്ന് പറയുന്നത് സ്റ്റാറ്റസ് രജിസ്റ്റർ ആണ്. ഓക്കെ, ഈ സ്റ്റാറ്റസ് രജിസ്റ്റർ തന്നെയാണ് കൺട്രോൾ രജിസ്റ്റർ. സ്റ്റാറ്റസ് ആൻഡ് കൺട്രോൾ രജിസ്റ്റർ ആണ്. അപ്പൊ ഡാറ്റ രജിസ്റ്ററിൽ നിന്നായിരിക്കും ഈ ഒരു കീബോർഡ് ഇൻപുട്ട് റീഡ് ചെയ്യുന്നത്. ദെൻ സ്റ്റാറ്റസ് രജിസ്റ്ററിൽ അതിപ്പം റെഡി ടു യൂസ് ആണോ, റീഡ് ചെയ്യാൻ റെഡി ആണോ, അതുപോലെ തന്നെ ബിസി ആണോ എന്നുള്ളതൊക്കെ അറിയിക്കുന്നത് ഈ ഒരു സ്റ്റാറ്റസ് രജിസ്റ്റർ. ഈ രണ്ട് അഡ്രസ് 516 ഡാറ്റ രജിസ്റ്റർ, 517 സ്റ്റാറ്റസ് രജിസ്റ്റർ ഫോർ എക്സാമ്പിൾ. ഓക്കെ, ദെൻ ഈ ഒരു കീബോർഡ് റീഡ് ചെയ്യുന്നത് അറ്റ് എ ടൈം 1 ബൈറ്റ് ഓഫ് ഡേറ്റയാണ്. 1 ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബിറ്റ്. അതാണ് ഈ 0 to 7 തൊട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളെല്ലാം സെറ്റ് ചെയ്യുന്നത് ഈ ഒരു IO ഡിവൈസ് എന്ന് പറയുന്നത് കീബോർഡ് ആണ്. ഈ കീബോർഡിന്റെ എല്ലാ കാര്യങ്ങളും കീബോർഡ് എവിടെ കാണിക്കുക, ഈ ഒരു സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്താണ് കീബോർഡിന്റെ IO ഡിവൈസസ് എല്ലാം കാണിക്കുക. പ്രോസസർ വന്നിട്ട് ഇനി ഇതിന്റെ ഉള്ളിലാണ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്താണ് സ്റ്റാറ്റസ് എന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് പ്രോഗ്രാം നോക്കാം. ഇപ്പൊ 200 നിന്നാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്, അഡ്രസ് 200. ഇതിനകത്ത് നമുക്ക് ലോഡ് ആദ്യം തന്നെ അക്യുമുലേറ്റർ രജിസ്റ്റർ ലോഡ് ചെയ്യണം. അക്യുമുലേറ്റർ രജിസ്റ്റർ 1 എന്നുള്ള നമ്പർ വെച്ചിട്ട് ലോഡ് ചെയ്യണം. 1 എന്നുള്ള നമ്പർ വെച്ച് ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കീബോർഡ് റീഡ് ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, റീഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സെറ്റ് 1 ടു സ്റ്റാർട്ട് റീഡ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 1 ആണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് അക്യുമുലേറ്റർ രജിസ്റ്ററിനകത്ത് ആദ്യം 1 വെച്ച് ലോഡ് ചെയ്തു. അപ്പൊ അക്യുമുലേറ്റർ രജിസ്റ്ററിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്, 1. ഓക്കെ, ഇനി നമ്മൾക്ക് സ്റ്റോർ ഇൻസ്ട്രക്ഷൻ ആണ്. സ്റ്റോർ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രജിസ്റ്റർ അക്യുമുലേറ്റർ രജിസ്റ്ററിലുള്ള വാല്യൂ ഈ 517 കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യണം. ഓക്കെ, 517 ഇപ്പൊ എന്താ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്, അഡ്രസ് വാല്യൂ 1. ഓക്കെ, ഓപ്പറന്റ് വാല്യൂ 1 വന്നു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, ദ കീബോർഡ് ഇസ് റെഡി ടു റീഡ്. ഓക്കെ, കീബോർഡ് ഇനിഷ്യേറ്റ് റീഡ്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, കീബോർഡ് ഇപ്പൊ റീഡ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് AC, അപ്പോഴേക്കും അടുത്ത അഡ്രസ് വന്നു, ലോഡ് AC 517. ഇനി 517 എന്താണോ ഉള്ളത് അതിനെ അക്യുമുലേറ്ററിലേക്ക് റീഡ് ചെയ്യണം. ഓക്കെ, ഇപ്പം 517 എന്താ ഉള്ളത്, 517 1 അല്ലേ ഉള്ളത്. 1നെ വീണ്ടും അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്തു. ഓക്കെ, വീണ്ടും അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്തു. അപ്പോ അതിനുശേഷം നമുക്കൊരു കണ്ടീഷൻ ആണ് ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ ആ പ്രോഗ്രാം IO കണ്ടതാണ്. അതുപോലെ ഒരു കണ്ടീഷൻ, ബ്രാഞ്ച് ഇഫ് സൈൻ ഈക്വൽ ടു 0. ഇനി സൈനിന്റെ വാല്യൂ നമുക്ക് കൊടുത്തിട്ടുള്ള സൈൻ വാല്യൂ 0 ആണെങ്കിൽ എവിടേക്കാ പോകേണ്ടത്, ബ്രാഞ്ച് 202ലേക്ക്. വീണ്ടും 0 ആണെങ്കിൽ ബിസി ആണെങ്കിൽ വീണ്ടും സ്റ്റാറ്റസ് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ 202ലേക്ക് തിരിച്ചു പോവാ. ഓക്കെ, അത് റെഡി ആവുന്നത് വരേക്കും ഈ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. റെഡി ആവണമെങ്കിൽ എപ്പോഴാണ്, 1 ആവണം അല്ലെ. 1 ആണെങ്കിൽ എന്താ പറയാ, പ്രോഗ്രാം ഈ പറഞ്ഞതുപോലെ അടുത്ത സ്റ്റെപ്പ് റെഡിയാണ്. 0 ആണെങ്കിൽ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും. 1 ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് റെഡിയാണ്. റെഡി ആയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ഡാറ്റ റീഡ് ചെയ്യാൻ റെഡിയാണ് അല്ലെ. ഡാറ്റ രജിസ്റ്ററിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാൻ റെഡിയാണ്. അപ്പൊ ലോഡ് AC 516 അക്യുമുലേറ്ററിലേക്ക് 516 എന്ത് ഡാറ്റയാണോ ഉള്ളത് ആ ഡാറ്റേനെ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഈ ഡാറ്റ രജിസ്റ്ററിൽ നിന്ന് 516 നിന്നുള്ള ഡാറ്റ 1 ആവുന്ന കേസിൽ, റെഡി ആവുന്ന കേസിലാണ് ഈ ഒരു സ്റ്റാറ്റസ് അക്യുമുലേറ്ററിലേക്ക് ലോഡ് ആവുന്നത്. ഓക്കെ, ഇതാണ് മെമ്മറി മാപ്ഡ് IO. ഒരേ ഇൻസ്ട്രക്ഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോഡ് ആൻഡ് സ്റ്റോറിനെ മാറി മറിച്ച് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അപ്പോ ആ ഒരു ഡാറ്റ ബൈറ്റ് ഇപ്പൊ 0 തൊട്ടിട്ട് 7 വരെയുള്ള ഈ ഒരു ഡാറ്റ ബൈറ്റ് അങ്ങനെ അപ്പോ അക്യുമുലേറ്ററിലേക്ക്
ലോഡ് ആവും. ഓക്കെ, 516 നിന്ന്. ഓക്കെ, ഇതാണ് മെമ്മറി മാപ്ഡ്. ഇനി ഐസൊലേറ്റഡിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും സെപ്പറേറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പൊ പിന്നെ ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും വറി ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ ഒരു അഡ്രസ് ലൊക്കേഷനിൽ നിന്ന് ലോഡ് IO, ഇൻപുട്ട് ഔട്ട്പുട്ട് ലോഡ് ചെയ്യുക. ആ IOയിലേക്ക് 5 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് റീഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ മീനിങ് കീബോർഡ് റീഡ് ചെയ്യാൻ ഇനീഷ്യേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ടെസ്റ്റ് IO എന്ന് വെച്ച് കഴിഞ്ഞാൽ കീബോർഡ് ആ ഒരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രാഞ്ച് റെഡി ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. റെഡി ആയിട്ടില്ലെങ്കിൽ വീണ്ടും 201ലേക്ക് പോവുക. 201ലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ടെസ്റ്റിംഗ് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി റെഡി ആയിക്കഴിഞ്ഞാൽ, നോട്ട് റെഡി ആണെങ്കിലാണ് ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇൻ കേസ് റെഡി ആണെങ്കിൽ നമ്മളിവിടെ ലോഡ് AC എന്ന് പറഞ്ഞിട്ട് 516ൽ നിന്ന് ലോഡ് ചെയ്തില്ല. അതിന് പകരം ഇവിടെ ഇൻപുട്ട് 5, ഏത് വാല്യൂ ആണോ നമ്മളിവിടെ ലോഡ് ചെയ്യാൻ വെച്ചത് ആ വാല്യൂവിനെ നമ്മളിവിടെ ഇൻപുട്ട് ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ എക്സാമ്പിൾ ഇതുപോലെ തന്നെ പഠിക്കുക. അപ്പൊ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ഇതിനെ വെച്ചിട്ടാണ് നമുക്ക് മോഡ്യൂൾ 4 ഈ ഒരു എന്താ പറയാ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത് കേട്ടോ. 15th A ക്വസ്റ്റ്യനും 16th A ക്വസ്റ്റ്യനും നമ്മുടെ ഈ ഒരു പോർഷനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം കേട്ടോ. Slide now, Thank you for watching. See you on the next video. Bye.